ഒരു കാലത്ത് സൗത്ത് അമേരിക്കയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യമാണ് ഉറുഗ്വേ. അത്രത്തോളം വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളായിരുന്നു ഉറുഗ്വേയെ വലിയൊരു സാമ്പത്തിക ശക്തിയായി നിലനിർത്തിയിരുന്നത്. പക്ഷേ അതിൽ നിന്നും വലിയ നവോത്ഥാനങ്ങളും പുത്തനാശയങ്ങളും ഒന്നും ഉണർന്നു വരാത്തതിനാൽ വ്യാവസായിക വൽക്കരണത്തിൽ ഉറുഗ്വേ പിറകോട്ടുപോയി. കാലത്തിനനുസരിച്ചും മാറാത്തതിന്റെ പേരിൽ മാത്രം സൗത്ത് അമേരിക്കയിലെ സ്വിറ്റ്സർലാൻഡ് എന്നുള്ള പേരിൽ നിന്നും ഉറുഗ്വേക്ക് പിന്നോട്ട് പോവേണ്ടി വന്നു. പക്ഷേ ലോകരാജ്യങ്ങളിൽ വലിപ്പം നോക്കുമ്പോൾ ലോകത്ത് 89ാമത്തെ രാജ്യമാണ് ഉറുഗ്വേ. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യങ്ങളിൽ ഉറുഗ്വേ വലിയ വാർത്തയായിരുന്നു. ഉറുഗ്വേയിലെ സാമ്പത്തിക ശക്തിയും വലിയ വാർത്തകളായിരുന്നു. പക്ഷേ ഇന്ന് ഉറുഗ്വയെ പറ്റിയുള്ള വാർത്തകൾ നമുക്കാകെ ദർശിക്കാനാവുന്നത് ഫുട്ബോളിൽ മാത്രമാണ്. ലോകത്ത് പല കണ്ടുപിടുത്തങ്ങളും പലതരത്തിലുള്ള മാറ്റങ്ങളും വരുമ്പോൾ അതിനോട് കൂടെ സഞ്ചരിക്കുവാൻ കഴിയാതിരിക്കുന്നതാണ് ഇത്തരം രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പറ്റുന്ന പിഴവുകൾ. അത് അവിടെയുള്ള സാമ്പത്തികവൽക്കരണത്തെയും വികസനത്തെയും ബാധിക്കുന്നു. അങ്ങനെയുള്ള ദീർഘവീക്ഷണത്തിന്റെ കുറവ് തന്നെയായിരിക്കാം നമ്മുടെ റോഡുകൾക്കും